ഈ പ്രാവശ്യത്തെ ബോർഡ് എക്സാമിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ലീനിയർ ഇനീക്വാളിറ്റീസിൽ എന്തുള്ളൂ നമുക്ക് ചെയ്യാനുള്ളൂ. സോ ലീനിയർ ഇനീക്വാളിറ്റീസിൽ എന്തെല്ലാം കാര്യങ്ങൾ അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലീനിയർ ഇനീക്വാളിറ്റീസ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇനീക്വാളിറ്റി? ഇനീക്വാളിറ്റി ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ 4 സിമ്പലുകൾ കടന്നു വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ജനറലി ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് വിളിക്കാം. ഇനീക്വാളിറ്റീസ് ആണ്, എല്ലാം ഇനീക്വാളിറ്റീസ് ആണ്. ഈ ഇനീക്വാളിറ്റി ഒരു ലീനിയർ ഫോമിലാകുമ്പോൾ എന്താണ് ലീനിയർ ഫോം? എന്താണ് ലീനിയർ ഫോം? ലീനിയർ ഫോം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ത് ഫോമിലാണടാ? ax പ്ലസ് എസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ഫോമിലാണ്. അങ്ങനെ ഒരു ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഒരു ലീനിയർ ഇക്വേഷനിൽ ഈ ഇനീക്വാളിറ്റി സിമ്പിൾസ് ഏതെങ്കിലും കടന്നു വരികയാണെങ്കിൽ അതിന് നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 4x plus 2y less than or equal to 8. ഇതൊരു ലീനിയർ ഇനീക്വാളിറ്റി ആണ്. ഓർ 3x plus 5y greater than 5. ഇതൊരു ഇനീക്വാളിറ്റി ആണ്. ഓർ 3x minus 5y greater than or equal to 5. ഓർ 5x less than 3. ഇതെല്ലാം ഇനീക്വാളിറ്റീസ് ആണ്. സോ ഈ ഇനീക്വാളിറ്റി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാറ്റഗറി ഓഫ് ഇനീക്വാളിറ്റീസിൽ യെസ് എന്താണ് എക്സും വൈയും വാരിയബിൾസ് ആണ്. ഈ ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു ഈക്വൽ ടു എലമെന്റ് അതിൽ കടന്നു വരുന്നുണ്ട്. ഒരു ഈക്വൽ ടു എലമെന്റ് അതിൽ കടന്നു വരുന്നു. ഒരു ഈക്വൽ ടു എലമെന്റ് കടന്നു വരികയാണെങ്കിൽ അത് സ്ലാക്ക് ഇനീക്വാളിറ്റി എന്നും, എന്നാൽ ഈക്വൽ ടു എലമെന്റ് കടന്നു വരാത്ത ഇനീക്വാളിറ്റി സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി എന്ന് അറിയപ്പെടും. സോ ഇനീക്വാളിറ്റിനെ വളരെ ബ്രോഡായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും നമ്മൾ. ഒന്ന് ലിറ്ററൽ ആണ്, അടുത്തത് ന്യൂമറിക്കൽ ആണ്. ഇപ്പൊ ഒരു ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 4 greater than 2 അല്ലേ? നമ്മൾ പണ്ട് മുതലൊക്കെ ഇത് പഠിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി എന്നാണ് വിളിക്കുക. എന്താണ് ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി? എന്നാൽ വാരിയബിൾസും കൂടി കടന്നു വന്നു ഒരു 4x less than 5. ഇതിന് നമ്മൾ ലിറ്ററൽ ഇനീക്വാളിറ്റി എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? ലിറ്ററൽ ഇനീക്വാളിറ്റി. സോ ഈ ലിറ്ററൽ ഇനീക്വാളിറ്റി ആണെങ്കിലും ന്യൂമറൽ ഇനീക്വാളിറ്റി ആണെങ്കിലും ഈക്വൽ ടു എലമെന്റ് കടന്നു വരികയാണെങ്കിൽ അതെന്തായി മാറി? സ്ലാക്കായി മാറി. എന്നാൽ ഈക്വൽ ടു എലമെന്റ് ഇല്ലാതെ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ മാത്രമാണെങ്കിൽ എന്തായി മാറി? അത് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി ആയി മാറി. സോ ഇത് സ്ലാക്ക് ആണ്, ഇത് സ്ട്രിക്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഇൻട്രോഡക്ഷനിൽ നമ്മൾ പറയുന്നു. സോ അതെന്തായാലും ഇത് ഇനീക്വാളിറ്റി വിത്ത് 2 വേരിയബിൾസ് ആണ്, ഇത് ഇനീക്വാളിറ്റി വിത്ത് 1 വേരിയബിൾ ആണ്. റെഡി? സോ ഇനീക്വാളിറ്റി വിത്ത് 2 വേരിയബിൾസും ഇനീക്വാളിറ്റി വിത്ത് 1 വേരിയബിളും നിങ്ങളുടെ സിലബസിൽ ഉണ്ടെങ്കിലും നമുക്ക് ഈ പ്രാവശ്യം എക്സാമിന് എന്ത് മാത്രമേ ഉള്ളൂ? ഇനീക്വാളിറ്റീസ് വിത്ത് 1 വേരിയബിൾ മാത്രമേ ഉള്ളൂ. സോ 1 വേരിയബിൾ ആണെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ, അതിന്റെ സൊല്യൂഷൻ അടയാളപ്പെടുത്താൻ നമുക്ക് നമ്പർ ലൈനും, 2 വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് XY പ്ലെയിനുമായിരുന്നു ഉപയോഗിക്കാം. എന്നാൽ 2 വേരിയബിൾസ് ഇവിടെ നമുക്ക് ഇപ്രാവശ്യം എക്സാമിന് ഇല്ലാത്തത് കൊണ്ട് 1 വേരിയബിൾ മാത്രമേ ഉള്ളത് കൊണ്ട് 2 വേരിയബിൾസിന്റെ XY പ്ലെയിൻ വരച്ചിട്ടുള്ള സൊല്യൂഷൻ വെക്കുന്ന പരിപാടി ഈ പ്രാവശ്യം ഇല്ല. ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഇല്ല. ഇവിടെ നമ്പർ ലൈൻ വെച്ചുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ വളരെ സിമ്പിൾ ആണ് കാര്യം. നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്ത് മാത്രമേ ഉള്ളൂ? ഇനീക്വാളിറ്റീസ് വിത്ത് 1 വേരിയബിൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനീക്വാളിറ്റീസ് വിത്ത് 1 വേരിയബിൾ. സോ ദാറ്റ്സ് അബൌട്ട് ദ ഇനീക്വാളിറ്റീസിന്റെ ഇൻട്രൊഡക്ഷൻ. എന്താണ് ലീനിയർ, എന്താണ് ഇനീക്വാളിറ്റി, സ്ട്രിക്റ്റ് ആരാണ്, സ്ലാക്ക് ആരാണ്, ന്യൂമറിക്കൽ ഇനീക്വാളിറ്റി ആരാണ്, ലിറ്ററൽ ഇനീക്വാളിറ്റി ആരാണ്. ക്ലിയർ എവരിവൺ? യെസ് യെസ് യെസ്.
സോ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാണെങ്കിൽ സൊല്യൂഷൻസ് ഓഫ് ഇനീക്വാളിറ്റി ഇൻ വൺ വേരിയബിൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു 4x+2/3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു 5x. കണ്ട, ഒരു വേരിയബിൾ മാത്രം. ആരാണ് ഇവിടുത്തെ വേരിയബിൾ? എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മാത്രം. സോ ഇത്തരം ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാൻ ചില റൂളുകൾ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റൂളുകൾ ഉണ്ട്. എന്താണ് റൂൾ പറയുന്നത്? ഇനീക്വാളിറ്റി ഓൾമോസ്റ്റ് എല്ലാ അർത്ഥത്തിലും ഈക്വൽ സൈനിനെ പോലെയാണ്. ഈക്വൽ സൈനിൽ പോസിബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം ഇനീക്വാളിറ്റിയിൽ പോസിബിൾ ആണ്, എല്ലാം ഇല്ല. സോ പറയുന്നത് സെയിം നമ്പർ മേ ബി ആഡഡ് ടു ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇനീക്വാളിറ്റി സൈൻ എന്ന് പറഞ്ഞാൽ ഒരു 4x <5 ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിലും സെയിം നമ്പർ ആഡ് ചെയ്യാം, സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്യാം, യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ 4x+2 ആണെങ്കിൽ <5+2, അല്ലെങ്കിൽ 4x-3 ആണെങ്കിൽ <5-3. കണ്ട, ആ ഇനീക്വാളിറ്റിയിൽ യാതൊരു ചേഞ്ചസും ഇല്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സൈൻ ഓഫ് ഇനീക്വാളിറ്റി റിവേഴ്സ്ഡ് വെൻ ബോത്ത് സൈഡ് ഓഫ് ദി ഇനീക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ എ നെഗറ്റീവ് നമ്പർ ബട്ട് ദ സൈൻ ഡസ് നോട്ട് ചേഞ്ച് ഇൻ കേസ് ഓഫ് പോസിറ്റീവ് നമ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് സൈഡിലും ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ ചെയ്യുകയാണെങ്കിൽ ഇനീക്വാളിറ്റി എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. രണ്ട് സൈഡിലും ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ, സോ ഒരു 4x<3 ആണ്. രണ്ട് സൈഡിലും ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ സപ്പോസ് ഞാൻ ഡിവൈഡഡ് ബൈ -2 കൊടുത്തു, അപ്പോൾ 4x/-2 3/-2. അപ്പൊ ഇനീക്വാളിറ്റിന്റെ സിമ്പൽ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യപ്പെടും. വിച്ച് മീൻസ് ദാറ്റ് അത് ഈ രീതിയിലേക്ക് മാറും. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ. എന്നാൽ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 4x<3ൽ ഞാൻ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക. അപ്പൊ 4x/2 ആരാണ്? 3/2 ആണ്. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. സോ രണ്ട് സൈഡിൽ നമുക്ക് നെഗറ്റീവോ പോസിറ്റീവോ നമ്പേഴ്സ് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, നോ ചേഞ്ച്. രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, ഇനീക്വാളിറ്റി നോ ചേഞ്ച്. രണ്ട് സൈഡിലും നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ഇനീക്വാളിറ്റി വിൽ റിവേഴ്സ്. ആൻഡ് രണ്ട് സൈഡിലും നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ x<3, റെസിപ്രോക്കൽ എടുക്കുക. രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുത്താൽ എക്സിന്റെ റെസിപ്രോക്കൽ എടുത്താൽ 1/x, 3ന്റെ റെസിപ്രോക്കൽ എടുത്താൽ 1/3. അപ്പൊ ഇനീക്വാളിറ്റി എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനീക്വാളിറ്റി എപ്പോഴെല്ലാം റിവേഴ്സ് ചെയ്യും? ഇനീക്വാളിറ്റി നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുക്കും. ബാക്കിയുള്ള കേസിലെല്ലാം ഇനീക്വാളിറ്റീസ് നോ ചേഞ്ച്. എന്തിനാണ് നമ്മൾ ഈ റൂൾസ് ഒക്കെ പഠിക്കുന്നത്? ഈ റൂൾസിലൂടെ എല്ലാം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? സോൾവ് ചെയ്യാൻ കഴിയൂ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദി ഇനീക്വാളിറ്റി 4x+3 <5x+7? സോൾവ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാ. സോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഉള്ള ടേം എല്ലാം ഒരു സൈഡിലേക്ക് നിങ്ങൾ എത്തിക്കണം. സോ ഇവിടെ 4x ഉണ്ട്, 5x ഉണ്ട്, 4x ഉണ്ട്. 4x അങ്ങോട്ട് കൊണ്ടുവരിക, 7 ഇങ്ങോട്ട് കൊണ്ടുവരിക. +7 ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, +7 വന്നാൽ -7 <5x ഉണ്ട്, +4x വന്നാൽ -4x. 3 - 7 ആരാണ്? 3 - 7 -4 <x. ഇതിന് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതിയാൽ x <-4. റെഡി? സൈഡ് മാറ്റി എഴുതുമ്പോൾ ഇനീക്വാളിറ്റി സിമ്പൽ മാറ്റി എഴുതും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ -4നേക്കാൾ കൂടുതലാണ്. എടാ, ഈ -4നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? -4 -5 ആണോ? അല്ല. -4 -3 -2 1 0
സോറി -1 0 1 2 3 4 5 അപ് ടു എവിടെ വരെ? ഇൻഫിനിറ്റി വരെ. ഏത് ഇൻഫിനിറ്റി വരെ? പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. സോ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് ബിലോങ്സ് ടു -4 മുതൽ, ഇൻക്ലൂഡിങ് -4 അല്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ്, പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. ഇൻഫിനിറ്റിക്കും നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് കൊടുക്കുക. ദാറ്റ്സ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോവാണെങ്കിൽ, വിച്ച് among the following inequality represents the interval? നമുക്ക് ഓരോ ഇനീക്വാളിറ്റി എങ്ങനെയാ നോക്കാം. ഒന്ന്, എക്സ് -3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. -3 അങ്ങോട്ട് പോയാലോ? +3. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 + 3 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. എക്സ് 8ഓ അതിൽ കൂടുതലോ ആയിരിക്കണം. അതിൽ കൂടുതൽ പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകാം. അപ്പൊ ഇതിന്റെ ഇന്റർവെൽ ആരാ പറ? 8 ഓർ 8 മുതൽ ഇൻഫിനിറ്റി വരെ, ഇൻക്ലൂഡിങ് 8. ഒന്നാമത്തത്. രണ്ടാമത്തത്, 3x -3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഓർ 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 വന്നാൽ 5 + 3. 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. 3 അങ്ങോട്ട് പോയാൽ ഇൻറ്റു 3 അങ്ങോട്ട് പോയാൽ ഡിവൈഡഡ് ബൈ. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8/3. 8/3നേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്താണ് ഇതിൻ്റെത്? യെസ്, 8/3 മുതൽ ഇൻഫിനിറ്റി വരെ. ഏത് ഇൻഫിനിറ്റ് ആണ്? പോസിറ്റീവ് ഇൻഫിനിറ്റ് ആണ്. അടുത്ത നോക്കുവാണെങ്കിലോ, അടുത്തത് 3x -1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഓർ 3x -1 അങ്ങോട്ട് പോയാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 പോയാൽ +1 ഓർ 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. x greater than or equal to 4/3. x greater than or equal to 4/3. So അത് നമ്മളിവിടെ നോക്കിയാൽ x greater than or equal to 4/3. 4/3യേക്കാൾ കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞാൽ 4/3 മുതൽ ഇൻഫിനിറ്റി വരെ. അടുത്തത് 3x -1 greater than or equal to 5 or 3x greater than or equal to 5 + 1 or 3x greater than or equal to 6. 3 അങ്ങോട്ട് പോയാൽ x greater than or equal to 6/3 or x greater than or equal to 2. അപ്പോൾ ആരാണ്? 2 and more. So 2 to infinity. സോ നമ്മുടെ ചോദ്യം ഏതാ? 2 to infinity. ആരാണ്? യെസ്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. റെഡി? So that's about this question. അടുത്തതിലേക്ക് പോവാണെങ്കിൽ, solve the inequality 3 × x - 2/5 less than or equal to 5 × 2 - x/3. കുറച്ചുകൂടി വലിയ ഇനീക്വാളിറ്റിയാണ്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് 5ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, 3ന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്താൽ 3 × ഇവിടെ ഓൾറെഡി ഒരു 3 ഉണ്ട് × x - 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനീക്വാളിറ്റിക്ക് യാതൊരു ചേഞ്ചും ഇല്ല. 5 × അവിടെ ഓൾറെഡി ഉള്ള 5 × 2 - x. 3 × 3 9 x - 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 5 25 2 - x. 9 × x 9x 9 × -2 18 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 × 2 50 25 × -x 25x. x ഉള്ള ടേം എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 9x ഉണ്ട്, -25x വന്നാൽ +25x ആണ്, ലെസ് ദാൻ 50 ഉണ്ട്, -18 വന്നാൽ +18 ആണ്. 9x + 25x 25 + 9 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68 ആണ്. എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68/34 ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68/34 ഈക്വൽ ടു 2 ആണ്. സോ എക്സിന്റെ വാല്യൂ 2ഓ അതിൽ കുറവോ ആണ്, ലെസ് ദാൻ ആണ്. 2നേക്കാൾ ലെസ് എന്ന് പറഞ്ഞാൽ 1 0 -1 -2 -3 എവിടെ വരെ? -ഇൻഫിനിറ്റി വരെ പോകാം. സോ എക്സ് ഈക്വൽ ടു എവിടെ മുതൽ എവിടെ വരെ? -ഇൻഫിനിറ്റി മുതൽ 2 വരെ, ഇൻക്ലൂഡിങ് 2.
So closed bracket. Solutions of linear inequality in one variable ആണ് നമ്മൾ പറയുന്നത് graphical solution of linear inequalities. അപ്പോൾ graphical solution actually two variables ആണ്. The region containing all the solution of an inequality is called the solution region. നമ്മളിത് പറയുന്നത് graphical solution actually ഇങ്ങക്ക് ഇല്ല. നമ്മളിത് പറയുന്നത് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത വർഷം പഠിക്കാനുള്ളൊരു ചാപ്റ്ററിൽ ഇത് ആവശ്യമുണ്ട്. ഈ പ്രാവശ്യം വെറുതെ എന്താണ് നിങ്ങളുടെ കട്ട് ചെയ്ത ഏരിയ എല്ലാം ഒഴിവാക്കി ഡിലീറ്റഡ് പോർഷൻസ് എല്ലാം ഒഴിവാക്കി പഠിച്ചു പോയാൽ അടുത്ത വർഷം ഡിലീറ്റഡ് പോർഷൻസിലുള്ള പലതും അടുത്ത വർഷം ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. The region contain all the solutions of an inequality called solution region. So നമുക്ക് ഒരു ഗ്രാഫിക്കൽ മെത്തേഡിനെ പറ്റിയൊക്കെ ഒരു ധാരണ നമുക്ക് ഉള്ളത് നല്ലതാണ്. എന്തായാലും ക്ലാസ് അല്ല, ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, ലീനിയർ ഇനീക്വാളിറ്റീസിൽ വളരെ കൃത്യമായിട്ട് പറയാനുള്ളത്. സോ ശ്രദ്ധിച്ചോ, സോൾവ് ദ ഇനീക്വാളിറ്റി 2x minus 1/3 greater than or equal to 3x minus 2/4 minus 2 minus x by 5. ഇത്തരം കേസിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്തരം കേസുകളിൽ റൈറ്റ് സൈഡിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ റൈറ്റ് സൈഡിൽ രണ്ട് ടേം ഉണ്ട്. സോ രണ്ട് ടേം ഉള്ളത് നിങ്ങൾ ആദ്യം ഒരു ടേം ആക്കി മാറ്റണം. സോ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ തന്നെ 2x minus 1/3 റൈറ്റ് സൈഡ് കമ്പൈൻ ചെയ്യുക. എങ്ങനെ കമ്പൈൻ ചെയ്യുക? ഒന്നുകിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. സോ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താലേ ഇല്ല, ഡിനോമിനേറ്റർ സെയിം ആക്കിയാലേ ഇതാ. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ എന്താ കിട്ടുക? 3x minus 2 into 5 minus 4 into 2 minus x by 4 into 5 20. 2x minus 1/3 greater than or equal to 5 into 3x 15x 5 into minus 2 10 minus 4 into 2 minus 8 minus 4 into minus x plus 4x by 20. Or 2x minus 1/3 greater than or equal to 15x ഉണ്ട് plus ഒരു 4x ഉണ്ട് 19x minus 10 minus 8 minus 18 by 20. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 20 ഇങ്ങോട്ട് കൊണ്ടുവരിക, 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. സോ 20 into 2x minus 1 greater than or equal to 3 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 3 into 19x minus 18. 20 into 2x 40x 20 into minus 1 minus 20 greater than or equal to 3 into 19 57x 3 into minus 8 54. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? എക്സിനെ കണ്ടുപിടിക്കണം. സോ 40x ഉണ്ട് ഇവിടെ, 57x ഇങ്ങോട്ട് വന്നാൽ മൈനസ് 57x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 54 ഉണ്ട് ഇവിടെ, മൈനസ് 20 വന്നാൽ പ്ലസ് 20. 40x മൈനസ് 57x ആരാണ്? മൈനസ് 17x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 54 പ്ലസ് 20 മൈനസ് 34. രണ്ട് സൈഡിലും നെഗറ്റീവ് ഉണ്ട്. നമ്മൾ നേരത്തെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞൊരു കാര്യം, ഈ രണ്ട് സൈഡിലെ നെഗറ്റീവ് നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ കഴിയില്ല. നെഗറ്റീവ് എങ്ങനെ ഒഴിവാക്കുക? നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നെഗറ്റീവ് ഒഴിവാക്കുക, ആക്ച്വലി നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇവിടെയും നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യും. അപ്പൊ ഒരു ഇനീക്വാളിറ്റിന്റെ രണ്ട് സൈഡിലും നെഗറ്റീവ് ഉണ്ട്. ആ രണ്ടിനെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ രണ്ടും പോസിറ്റീവ് ആക്കാം, നോ ഇഷ്യൂസ്. ബട്ട് ആ ഇനീക്വാളിറ്റി എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. സോ ഇത് 17x ആവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 34 ആയി മാറും. ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 34/17 ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിന്റെ വാല്യൂ 2 അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് 2 അതിൽ കുറവ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി വരെ വരാം. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ ഇൻക്ലൂഡിങ് 2.
റെഡി? അടുത്ത ചോദ്യം, റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഓൺ എ നമ്പർ ലൈൻ. നമ്പർ ലൈൻ വരക്കണം, സ്കെയിൽ ഉപയോഗിച്ച് വരക്കണം. 0 1 2 ഇങ്ങോട്ടേക്ക് -1 -2. ഏതാണ് നമ്മുടെ സൊല്യൂഷൻ? 2 മുതൽ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക്. സോ 2 ഇങ്ങോട്ടേക്കാണ് നമ്മുടെ സൊല്യൂഷൻ. സോ ഇങ്ങനെ ഡാർക്കൺ ഡാർക്കൺ ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാകാൻ വേണ്ടി ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. അതാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. സോ ഒരു സൊല്യൂഷൻ, ഒരു വാരിയബിൾ സൊല്യൂഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ നമ്പർ ലൈനിൽ അതിനെ റെപ്രസെന്റ് ചെയ്യും. അതാണ് നമുക്കിവിടെ പറയാൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാം. സോ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ എങ്ങനെയാണ് ഈ ഗ്രാഫ് വരച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത ശ്രദ്ധിക്കും മക്കളെ. അടുത്തത് നമ്മൾ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല, നമ്മൾ ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് ഇതിനെ മാറ്റണം. എന്താണ് ചോദ്യം? To receive A grade in a course, one must obtain an average of 90 marks or more in 5 examinations. Sunita's mark in first 4 examinations are 87, 92, 94, 95. Find the minimum marks that Sunita must obtain in the 5th examination to get A grade in the course. അപ്പോൾ എ ഗ്രേഡ് കിട്ടണമെങ്കിൽ 90% വേണം. അപ്പോൾ 5th എക്സാമിനേഷൻ്റെ മാർക്ക്, ലെറ്റ് ദ മാർക്ക് നമ്മൾ അതിന് എത്ര ആയിട്ട് എടുക്കുക, എക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആവറേജ് 90ക്ക് മുകളിലായിരിക്കണം. ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? മാർക്സ് ആഡ് ചെയ്യുക, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആർക്ക് 87 പ്ലസ് 92 പ്ലസ് 94 പ്ലസ് 95 പ്ലസ് അഞ്ചാമത്തെ മാർക്കാര് എക്സ് ബൈ ടോട്ടൽ എത്ര ആളുകളുണ്ട്? 5. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആവണം. 90 ആവാം, 90യേക്കാൾ കൂടുതലാകാം അല്ലേ? ആവറേജ്. സോ ഒന്ന് ആഡ് ചെയ്തു നോക്ക്. ആഡ് ചെയ്ത് എത്ര ആയിട്ട് കിട്ടുക? 7 + 2 9, 9 + 4 13, 13 + 5 18, 1 + 9 10, 10 + 9 19 + 9 28 + 8 36 പ്ലസ് ആര് എക്സ് ബൈ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. നമുക്ക് ആരെയാ വേണ്ടത്? നമുക്ക് എക്സ് ആണ് വേണ്ടത്. സോൾവ് ചെയ്യാം. 368 പ്ലസ് എക്സ് 5നെ എങ്ങോട്ട് കൊണ്ടുപോയാൽ 5 × 90 450. എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് മാത്രം ഇവിടെ വെക്കുക, ബാക്കിയുള്ള ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 450 മൈനസ് 368 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ് കിട്ടുക? 32 + 50 82. സോ 82 അതിൽ കൂടുതലോ ആയിരിക്കണം സുനിതയുടെ മാർക്ക്. ചോദ്യം എന്താണ്? ഫൈൻഡ് ദ മിനിമം മാർക്സ് ദാറ്റ് സുനിത മസ്റ്റ് ഒബ്റ്റെയിൻ. സോ മിനിമം മാർക്ക് എത്രയായിരിക്കണം? 82 ആയിരിക്കും. അപ്പൊ 82 ആയാൽ 90% ആണ്. 82ന്റെ മുകളിലോട്ടേക്ക് പോയാൽ 90% ആണ്. 82ന്റെ താഴോട്ട് പോയാൽ സുനിതയ്ക്ക് എന്ത് നഷ്ടമാകും? 90% നഷ്ടമാകും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഈ പ്രാവശ്യത്തെ എക്സാമിന് വേണ്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞ കുഞ്ഞു ചാപ്റ്ററാണ്, വളരെ കുഞ്ഞു ചാപ്റ്റർ. അതിനെ വീണ്ടും ചെറുതാക്കി. അപ്പോൾ ഇനി മൈന്യൂട്ടായിട്ടുള്ളൊരു ഏരിയ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഇതാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന കാര്യം. റെഡി? സോ അതാണ് നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റീസിനെ പറ്റി പറയണം. അടുത്ത ആരാണ്? കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ചാപ്റ്റർ നമ്പർ 5 ആണ്. ആരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്?
നമ്പർ സിസ്റ്റങ്ങളെ പറ്റിയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പറയുന്നത്. നമ്പർ സിസ്റ്റം, അതായത് നിങ്ങൾ പഠിക്കുന്ന ഒരുപാട് നമ്പർ സിസ്റ്റങ്ങൾ, നിങ്ങൾ ആദ്യം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ നിങ്ങൾ പഠിക്കുന്ന ഹോൾ നമ്പേഴ്സ്, പിന്നെ നിങ്ങൾ പഠിക്കുന്ന ഇൻഡിജേഴ്സ്, പിന്നെ നിങ്ങൾ പഠിക്കുന്ന റാഷണൽ നമ്പേഴ്സ്, പിന്നെ നിങ്ങൾ പഠിക്കുന്ന റിയൽ നമ്പേഴ്സ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമ്പർ സിസ്റ്റം ഇങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ നമ്പേഴ്സിനേക്കാൾ കൂടുതൽ ആളുകൾ എവിടെയുണ്ട്? ഹോൾ നമ്പേഴ്സിലുണ്ട്. ഹോൾ നമ്പേഴ്സിനുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ എവിടെ ഉണ്ട്? ഇൻഡിജേഴ്സിലുണ്ട്. ഇൻഡിജേഴ്സിനുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ എവിടെ ഉണ്ട്? റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. റാഷണൽ നമ്പേഴ്സിനുള്ളതിനേക്കാൾ കൂടുതൽ എവിടെ ഉണ്ട്? റിയൽ നമ്പേഴ്സിലുണ്ട്. അങ്ങനെ നമ്പർ സിസ്റ്റം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10ാം ക്ലാസ് വരെ നമ്പർ സിസ്റ്റം എത്ര എക്സ്പാൻഡ് ആയിട്ടും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും നമ്മൾ ഇത്രയും കാലം മാത്സ് പഠിച്ചിട്ടും 10th എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായേ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തില്ല എന്നുള്ളത്? റൂട്ട് ഇല്ല എന്നുള്ളത്. അത് നമുക്ക് 10ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എക്സ് ഈക്വൽ ടു -b ± √b² - 4ac / 2a എടുത്തപ്പോൾ ചില സമയങ്ങളിലൊക്കെ b² - 4ac പറഞ്ഞ പോലെ നെഗറ്റീവ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ അതിന്റെ നേരെ എഴുതും നോ സൊല്യൂഷൻസ് എന്ന് എഴുതും. മലയാളം മീഡിയക്കാരാണെങ്കിൽ വിലയില്ല, എക്സിന് വിലയില്ല എന്നൊക്കെ എഴുതി വെക്കും. എന്നാൽ ഇത്തരം ആളുകൾക്ക് ഒരു വിലയുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇല്ല, കോംപ്ലക്സ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഇത്തരം ആളുകൾക്ക് വിലയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച ചാപ്റ്റർ. ആർക്ക്? റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന ആളുകൾക്ക് വിലയുണ്ട് എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന ചാപ്റ്റർ ആണ് ആര്? കോംപ്ലക്സ് നമ്പേഴ്സ്. സോ ആരാണ് കോംപ്ലക്സ് നമ്പർ? സോ കോംപ്ലക്സ് നമ്പർ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കാനുള്ളത് കോംപ്ലക്സ് നമ്പറിന്റെ നെഗറ്റീവായിട്ട് വരുന്ന ആളുകളെ പറ്റിയാണ്. സോ ലെറ്റ്സ് ഡിനോട്ട് നെഗറ്റീവ് ഓഫ് -1 ആസ് I. അതിന്റെ കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല. അതിന്റെ കാരണം റൂട്ട് ഓഫ് -25 ആണെങ്കിലും റൂട്ട് ഓഫ് -36 ആണെങ്കിലും റൂട്ട് ഓഫ് -100 ആണെങ്കിലും ഇതിനെല്ലാം ഒരു കോമൺ ആൻസറിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു പുതിയ വാല്യൂവിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റൂട്ട് ഓഫ് -1 അതിന് നമ്മളൊരു പേര് വിളിച്ചു അയോട്ട. ആരാണത്? അയോട്ട. അതിനെ നമ്മൾ I കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. സോ ഈ ഐയുടെ പ്രത്യേകത എന്താണ്? ഐയുടെ പ്രത്യേകത ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നെഗറ്റീവ് റൂട്ടിനെയും നമുക്ക് ഐയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. ഞാനത് എങ്ങനെ ചെയ്യാം? റൂട്ട് ഓഫ് -25 ഞാൻ റൂട്ട് ഓഫ് 25 × -1 എന്ന് എഴുതുകയാണ്. സോ ഇതിനെ നമ്മൾ പണ്ട് പഠിച്ചതുപോലെ റൂട്ട് ഓഫ് a × b എന്ന് പറഞ്ഞാൽ റൂട്ട് a × റൂട്ട് b ആണ്. സോ റൂട്ട് ഓഫ് 25 × -1 എന്ന് പറഞ്ഞാൽ റൂട്ട് 25 × റൂട്ട് -1 ആണ്. റൂട്ട് 25 ആരാ? റൂട്ട് 25 +or -5 ആണ്. റൂട്ട് -1 ആരാ? നമ്മൾ ഇപ്പൊ പഠിച്ച ആളാണ്. ആരാണ്? I ആണ്. സോ ഇത് +or -5 ആയി. റൂട്ട് 36 ഇതേപോലെ തന്നെയാണ്. റൂട്ട് 36 ഇതേപോലെ തന്നെയാണ്. -36 ഈക്വൽ ടു 36 × -1 റൂട്ട് 36 × റൂട്ട് ഓഫ് -1. ആരാണ് റൂട്ട് 36? +or -6 ആണ്. ഇത് I ആണ്. സോ +or -6i ആണ്. സോ റൂട്ട് ഓഫ് -100 റൂട്ട് ഓഫ് -100 ആരാണ്? റൂട്ട് ഓഫ് -100. ഇതിനെ നമുക്ക് റൂട്ട് ഓഫ് 100 × -1 എന്ന് എഴുതാൻ കഴിയും. സോ ഇതിനെ നമുക്ക് റൂട്ട് 100 × റൂട്ട് -1 എന്ന് എഴുതാൻ കഴിയും. ആരാണ് റൂട്ട് 100? +or -10. റൂട്ട് -1 ആരാണ്? I ആണ്. സോ +or -10. സോ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ നമുക്കതിനെ ആരുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാടാ? ഐയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ഐയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമാജിനറി നമ്പർ. ആരാണ്? ഇമാജിനറി നമ്പർ. അപ്പൊ നമ്മളൊരു പുതിയ നമ്പറിനെ പഠിക്കുകയാണ്. ആരെ? ഇമാജിനറി നമ്പറിനെ പറ്റി പഠിക്കുകയാണ്. ഇമാജിനറി നമ്പർ. സോ എന്താണ് പറയുന്നത്? ലെറ്റ്സ് ഡിനോട്ട് റൂട്ട് ഓഫ് -1. ലെറ്റ്സ് ഡിനോട്ട് റൂട്ട് ഓഫ് -1 ആസ് ഐ. ഐ സ്ക്വയർ ഈക്വൽ ടു അല്ലേ റൂട്ട് ഓഫ് -1. റൂട്ട് ഓഫ് -1 ഈക്വൽ ടു ഐ ആണെങ്കിൽ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാരാ? റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ ആണ്. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്താൽ ഐ സ്ക്വയർ ഈക്വൽ ടു ആര്? -1. അത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഏത് ഇക്വേഷന്റെ? x² + 1 = 0 എന്ന് പറഞ്ഞാൽ x² = ആര്? x² = -1 ഓർ x = സ്ക്വയർ അങ്ങോട്ട് പോയാൽ റൂട്ട് ഓഫ് -1 ഈക്വൽ ടു ആര്? x = ആര്? i. സോ അതാണ് ഐനെ പറ്റിയും ഇമാജിനറി നമ്പറിനെ പറ്റിയും നമുക്ക് പറയാനുള്ളത്. കോംപ്ലക്സ് നമ്പർ ഈസ് ഇൻ ദ ഫോം a + ib. സോ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? ഒരു റിയൽ നമ്പർ, അതിൻ്റെ കൂടെ ഒരു ഇമാജിനറി നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ കിട്ടുക. സോ റിയൽ നമ്പർ ഇപ്പൊ z ഈക്വൽ ടു കണ്ടോ, z = a + ib ആണ്. a ആരാണ്? റിയൽ ആണ്. ib ആരാണ്? ഇമേജിനറി ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 5i, 6i, -10i ഇതെല്ലാം എന്താണ്? ഇമേജിനറി നമ്പറാണ് എന്ന് പറഞ്ഞാൽ ഐ ഉള്ള നമ്പേഴ്സ് ഇൻ ജനറൽ നമുക്കതിനെ ഐ ഉള്ള നമ്പേഴ്സ് എന്ന് പറയാം. ഐ ഉള്ള നമ്പേഴ്സ് എല്ലാം എന്താണ്? ഇമാജിനറി നമ്പറാണ്. അങ്ങനെയുള്ളൊരു കോംപ്ലക്സ് നമ്പറിൽ a is named as the real part and b is imaginary part. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3 + 4i കോംപ്ലക്സ് നമ്പർ നമ്മൾ ജനറലി സെഡ് കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതിന്റെ റിയൽ പാർട്ട് അല്ലെങ്കിൽ RE of z, റിയൽ പാർട്ട് ഓഫ് z എന്നാണ് അതിനെ വായിക്കുക. സോ അതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. അതിന്റെ ഇമാജിനറി പാർട്ട് IM of z ആണ്. അതാരാണ്? 4 ആണ്. എന്നാൽ ഇമാജിനറി നമ്പർ ആരാണ്? അത് 4i ആണ്. ഈ ഡിഫറൻസ് മനസ്സിലാക്കണം. റിയൽ പാർട്ട് ആരാണ്? ഇമാജിനറി പാർട്ട് ആരാണ്? ഇമാജിനറി നമ്പർ ആണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന് റിയൽ പാർട്ട് ഉണ്ട്, ഇമേജിനറി പാർട്ട്. റിയൽ പാർട്ടിനെ REZ എന്നും ഇമേജിനറി പാർട്ടിനെ IMZ എന്നും നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. സോ അടുത്തത്, എ കോംപ്ലക്സ് നമ്പർ ഈസ് ഡിനോട്ടഡ് ആസ് z and real part and imaginary parts are represented as REZ and IMZ. നമ്മളിപ്പോൾ പറഞ്ഞു. സോ z = 1 + i. ആരാ റിയൽ പാർട്ട് ഓഫ് z? 1 ആണ്. IM ഓഫ് z ആരാ? ഐന്റെ കൂടെയുള്ളത് ആരാണോ അതാണ് ഇമേജിനറി പാർട്ട്. ഐന്റെ കൂടെ ആരെയും കാണുന്നില്ലെങ്കിൽ അത് 1i ആണ്. സോ 1 ആണ്. ഓർത്ത് വെക്കണം. z = -1 - i. ആരാ? RE ഓഫ് z റിയൽ പാർട്ട്, അത് -1 ആണ്. IM ഓഫ് z ആരാണ്? ഐന്റെ കൂടെ കാണുന്നത് ആരുമില്ലേ? 1 ആണ്. അതിന്റെ സിമ്പൽ മൈനസ് ആണ്. സോ -1 ആണ്. ഇനി z = 10. നോക്കടാ, ഇവിടെ ഐ ഉണ്ടോ? ഉണ്ട്. z = 10 എന്ന് പറഞ്ഞ ആരാ? 10 + 0i. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് ആരാ? റിയൽ പാർട്ട് 10 ആണ്. ഇമേജിനറി പാർട്ട് ആരാ? 0 ആണ്. അപ്പൊ നിങ്ങൾ ഇതുവരേക്ക് പഠിക്കുന്ന നമ്പറുകളെല്ലാം കൃത്യമായിട്ട് ആരാണ്? കോംപ്ലക്സ് നമ്പറുകളാണ്. 4 ഒരു കോംപ്ലക്സ് നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് പറയാം? യെസ്. ഏതാണ് 4 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ? 4 + 0i ആണത്. 3 ഒരു കോംപ്ലക്സ് നമ്പർ ആണോ? യെസ്. ആരാണത്? 3 + 0i ആണ്. -8 ഒരു കോംപ്ലക്സ് നമ്പർ ആണോ? യെസ്. ആരാണത്? -8 + 0i ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. റെഡി?
സോ അതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ z ഈക്വൽ ടു 2 + 5i, റിയൽ പാർട്ട് 2, ഇമേജിനറി പാർട്ട് 5. നമ്മളിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐയുടെ വാല്യൂ ആണ്. ഐയുടെ വാല്യൂ ആരാ? ഐയുടെ വാല്യൂ √(-1). i² ആണെങ്കിൽ -1 നമ്മൾ കണ്ടുപിടിച്ചു. i³ ആണെങ്കിൽ അത് -i ആണ്. i⁴ ആണെങ്കിൽ അത് 1 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അതായത് i⁻1 ആണെങ്കിൽ അത് i തന്നെ. i⁻2 -1, i⁻3 -i, i⁻4 1 കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആൻഡ് ഇതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യം, i⁻4m ഈസ് ഓൾവേസ് 1. എന്താണ് 4m എന്ന് പറഞ്ഞാൽ? 4ന്റെ മൾട്ടിപ്പിൾ ആണോ i? അതിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും 1 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 4, 8, 12, 16 അല്ലെങ്കിൽ 400, 800, 840 അങ്ങനെ ഏതാണെങ്കിലും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ i⁻4000 അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതിൻ്റെ വാല്യൂ എത്രയാടാ? 1 ആണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് i⁻4035 ഇതിന്റെ വാല്യൂ ചോദിച്ചാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ട 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളതാണ്. അങ്ങനെയാണ് എളുപ്പത്തിൽ പറഞ്ഞത്. 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ നോക്കണം. 4035 പോലുള്ള വലിയ നമ്പർ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. അവസാനത്തെ 2 ആളെ നോക്കിയാൽ മതി. എപ്പോഴും അങ്ങനെയാ, 4ന്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യാൻ അവസാനത്തെ 2 ആളെ നോക്കിയാൽ മതി. 35 അല്ല, 35ന്റെ തൊട്ട് താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ ആരാ? 32 ആണ്. അപ്പൊ ഇങ്ങനെ ഇതിനെ i⁻4032 പ്ലസ് ആരാണ്? 3 ആണ്. a⁻m+n ആരാ? a⁻m+n a⁻m × a⁻n എന്ന് പറഞ്ഞാൽ i⁻4032 × i⁻3 ആണ്. i⁻4032 4ന്റെ മൾട്ടിപ്പിൾ 1 ആണ് ഇൻറ്റു i⁻3. അതാണ് ഞാൻ നേരത്തെ ഇവിടെ ബോക്സിൽ ഇട്ടുന്നത്, പഠിക്കണം. i⁻3 ആരാ? -i. സോ 1 × -i -i. അപ്പൊ ഇതിന്റെ ഏത് പവർ വന്നാലും, ഏത് ഇൻറ്റിജർ പവർ വന്നാലും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. അത് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ 1, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിളിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ഈ ബോക്സിന്റെ സഹായത്തോടു കൂടി അതിന്റെ ആൻസറിലേക്ക് എത്തണം. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. i⁻4k 1 ആണ്. i⁻4k + 1 ആണെങ്കിൽ i, 4k + 2 ആണെങ്കിൽ -1, 4k + 3 ആണെങ്കിൽ -i. നമ്മളിപ്പോൾ ചെയ്ത് തന്നെ. സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് റിയൽ നമ്പർ, സ്ക്വയർ റൂട്ട് ഓഫ് -a എന്ന് പറഞ്ഞാൽ ആരാണ്? സ്ക്വയർ റൂട്ട് ഓഫ് -a എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് -a നമുക്ക് എന്ത് എഴുതാം? a × -1 എന്ന് പറഞ്ഞാൽ √a × √-1 എന്ന് പറഞ്ഞാൽ ആരാ? √a × i. √a-ന് 2 വാല്യൂ ആരൊക്കെ? പ്ലസും മൈനസ് √a_i. ഇപ്പൊ ഇതാരൊക്കെയാകാം? √a_i ആകാം, പ്ലസ് അല്ലെങ്കിൽ -√a_i ആകാം. ഇതാണ് ഇവിടെ പറയുന്ന കാര്യം. സ്ക്വയർ റൂട്ട് i⁻18 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആയ തൊട്ട് താഴെയുള്ള ആളാരാ? 16 ആണ്. സോ 16 + 2 എന്ന് പറഞ്ഞാൽ i⁻16 × i⁻2. i⁻16 4ന്റെ മൾട്ടിപ്പിൾ 1. i⁻2ന്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു, പഠിക്കണം. i⁻2 -1, 1 × -1 -1. വെരി സിമ്പിൾ. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമേജിനറി പാർട്സ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ ആക്കി എഴുതണം. -3 പ്ലസ് √(-7) നമുക്ക് എങ്ങനെ എഴുതാം? √7 × -1 എന്ന് പറഞ്ഞാൽ √7 × √-1 എന്ന് പറഞ്ഞാൽ √7i ആണ്. സോ പ്ലസ് √7i. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ആരാണ് റിയൽ പാർട്ട്? i ഓഫ് z ആരാണ്? -3. im ഓഫ് z ആരാണ്? √7 ആണ്. ആരാണ്? √7. വളരെ സിമ്പിൾ. ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പറുകളുടെ 4 ഓൾജിബ്രയാണ് നിങ്ങൾ പഠിക്കുന്നത്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അഡിഷൻ ആണെങ്കിൽ പറയുന്ന കാര്യം എന്താ? റിയലും ആഡ് ചെയ്യണം, ഇമേജിനറി ആഡ് ചെയ്യണം. സബ്ട്രാക്ഷൻ ആണെങ്കിലോ റിയലിന് റിയൽ സബ്ട്രാക്ട് ചെയ്യണം, ഇമേജിനറി സബ്ട്രാക്ട് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അതെല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് പറയാം. അഡിഷൻ ആണെങ്കിൽ
അഡിഷൻ ആണെങ്കിൽ റിയൽ പ്ലസ് റിയൽ ആൻഡ് ഇമേജിനറി പ്ലസ് ഇമേജിനറി. സബ്ട്രാക്ഷൻ റിയൽ മൈനസ് റിയൽ ആൻഡ് ഇമേജിനറി മൈനസ് ഇമേജിനറി. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റിയൽ ഇൻറ്റു ഇമേജിനറി പ്ലസ് ഇമേജിനറി ഇൻറ്റു റിയൽ. റിയൽ ഇൻറ്റു ഇമേജിനറി മൈനസ് ആണ്. റിയൽ ഇൻറ്റു ഇമേജിനറി മൈനസ് ഇമേജിനറി ഇൻറ്റു റിയൽ പ്ലസ് ഐ ഇൻറ്റു റിയൽ ഇൻറ്റു നമ്മുടെ ഇക്വേഷൻ റിയൽ ഇൻറ്റു ഇമേജിനറി അല്ല, റിയൽ ഇൻറ്റു റിയൽ, റിയൽ ഇൻറ്റു റിയൽ മൈനസ് ഇമേജിനറി ഇൻറ്റു ഇമേജിനറി പ്ലസ് ഐ ഇൻറ്റു റിയൽ ഇൻറ്റു ഇമേജിനറി പ്ലസ് ഇമേജിനറി ഇൻറ്റു റിയൽ ആണ്. പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 + 3i ഇൻറ്റു 2 + 2i. ഇനി ഇത് പഠിച്ചിട്ടില്ല നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഡയറക്റ്റ് ആയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് ചെയ്യേണ്ടത് കേട്ടോ. അതായത് 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4നെ 2i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3i ഇൻറ്റു 2, 3i ഇൻറ്റു 2i നിങ്ങൾ ചെയ്യേണ്ടത്. ഇതല്ല എങ്കിൽ ഈ ഇക്വേഷൻ ആണെങ്കിൽ റിയൽ ഇൻറ്റു റിയൽ. ആരാണ് ഇവിടുത്തെ റിയൽ? 4. ഇവിടുത്തെ റിയൽ ആരാ? 2. റിയൽ ഇൻറ്റു റിയൽ 4 ഇൻറ്റു 2 8 മൈനസ് ഇമേജിനറി ഇൻറ്റു ഇമേജിനറി. ഇവിടുത്തെ ഇമേജിനറി 3 ആണ്, ഇവിടുത്തത് 2 ആണ്. 3 ഇൻറ്റു 2 6 പ്ലസ് ഐ ഇൻറ്റു റിയൽ ഇൻറ്റു ഇമേജിനറി. റിയൽ 4 ഇമേജിനറി 2 4 ഇൻറ്റു 2 8 പ്ലസ് ഇമേജിനറി ഇൻറ്റു റിയൽ 3 ഇൻറ്റു 2 ആര് 6. 8 മൈനസ് 6 2 പ്ലസ് 8 പ്ലസ് 6 14. 14 ഇൻറ്റു ഐ 14i. സോ മൾട്ടിപ്ലിക്കേഷൻ ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഇനി ഇക്വേഷൻ ഇല്ലെങ്കിലോ 4 + 3i ഇൻറ്റു 2 + 2i. എന്താ ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നാൽ 4 ഇൻറ്റു 2 8 4 ഇൻറ്റു 2i 8i 3i ഇൻറ്റു 2 6i 3i ഇൻറ്റു 2i 6i സ്ക്വയർ 8 8i പ്ലസ് 6i 14i 6i സ്ക്വയർ. ഐ സ്ക്വയർ -1 ആണ്. -1 ഇൻറ്റു 6 -6. ഈ 8 മൈനസ് 6 2 പ്ലസ് ആര് 14i തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സിമ്പിൾ പ്രോസസ്. അതാണ് മൾട്ടിപ്ലിക്കേഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ഒരു കോംപ്ലക്സ് നമ്പർ സെഡ് ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ സെഡ് റേസ് ടു -1 ഇതൊക്കെ അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതിന് നമുക്ക് 1/z എന്ന് എഴുതാം. സോ z ഇൻവേഴ്സിന് കൃത്യമായ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാരാണ്? 1/z ആണ്. നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ പോകാം. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് z1/z2 എന്ന് പറഞ്ഞാൽ z1 ഇൻറ്റു 1/z2 ആണ് ഡിവിഷന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്. ഡിവിഷന് വളരെ കൃത്യമായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. ഡിവിഷന്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ 3 + 4i ബൈ 2 + 3i. ഡിവിഷന്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ ആരാണോ ഉള്ളത് അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, എന്താണ് കോൺജുഗേറ്റ്? എന്താണ് കോൺജുഗേറ്റ്? സോ കോൺജുഗേറ്റ് പറയണം. എന്താണ് കോൺജുഗേറ്റ്? കോൺജുഗേറ്റ് പറയുന്നത് z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ a + ib അതിന്റെ റിയൽ പാർട്ടിന്റെ സിമ്പൽ നേരെ മാറ്റുക. റിയൽ പാർട്ട് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, റിയൽ പാർട്ട് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. അപ്പൊ നമുക്ക് അതിന്റെ കോൺജുഗേറ്റ് കിട്ടും. സെഡിന്റെ കോൺജുഗേറ്റിനെ നമ്മൾ സെഡിന്റെ മുകളിൽ ഒരു വര സെഡ് കോൺജുഗേറ്റ് എന്നാണ് വായിക്കുക, അല്ലെങ്കിൽ z ബാർ എന്ന് വായിക്കും. ആരാണ് സെഡ് കോൺജുഗേറ്റ്? ഇമേജിനറി പാർട്ടിന്റെ സിമ്പൽ മാറ്റുക. ഇമേജിനറി പാർട്ടിന്റെ സിമ്പൽ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. ഇവിടെ ആരാ ഇമേജിനറി പാർട്ട്? ib. അതിന്റെ സിമ്പൽ ആരാ? പോസിറ്റീവ്. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് ആരാ? സെഡ് കോൺജുഗേറ്റ് ആരാ? ഇവിടെ a - ib. ഇത്രയും കാര്യങ്ങളാണ് കോൺജുഗേറ്റിനെ പറ്റി പഠിക്കാനുള്ളത്. സെഡിന്റെ മുകളിൽ ഒരു വരയിട്ട സെഡ് കോൺജുഗേറ്റ്. സെഡ് ബാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമേജിനറി പാർട്ടിന്റെ സിമ്പൽ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആക്കുക. ഈ കോൺജുഗേറ്റ് ഡിവിഷനിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ z = 4 + 3i ഡിവൈഡഡ് ബൈ 3 + 2i.
ഡിവിഷൻ ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡിനോമിനേറ്ററിൽ നോക്കുക, അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക, ആ കോൺജുഗേറ്റിനെ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. ആരാ ഡിനോമിനേറ്റർ? 3+2i. അതിന്റെ കോൺജുഗേറ്റ് ആരാ? 3 - 2i. അതിനെ കൊണ്ട് ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 4+3i ഇൻറ്റു ആര്? 3+2i ആണ് ഡിനോമിനേറ്റർ. അതിന്റെ കോൺജുഗേറ്റ് ആരാ? 3 - 2i ഡിവൈഡഡ് ബൈ 3+2i ഇൻറ്റു 3 - 2i. മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ? റിയൽ ഇൻറ്റു റിയൽ 4 × 3 12 മൈനസ് ഇമേജിനറി ഇൻറ്റു ഇമേജിനറി 3 × -2 ആരാത്? -6 പ്ലസ് i ഇൻറ്റു റിയൽ ഇൻറ്റു ഇമേജിനറി ആരാ? റിയൽ 4 ഇമേജിനറി ആരാ? -2 4 × -2 -8 പ്ലസ് ഇമേജിനറി ഇൻറ്റു റിയൽ ആരാ? ഇമേജിനറി 3 ഇൻറ്റു റിയൽ ആരാ? 3 3 × 3 ആര്? 9 ബൈ ഡിനോമിനേറ്ററിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. ഞങ്ങൾക്ക് 3+2i × 3 - 2i എന്താണോ? a+b × a - b. എന്നാൽ a+b × a - b a² - b². എക്ക് പകരം 3, ബിക്ക് പകരം 2i. അപ്പൊ 3² - 2i ഹോൾ സ്ക്വയർ. 12 -6 12 + 6 എത്ര? 18 പ്ലസ് -8 + 9 -8 + 9 ആരാ? 1 1 × i ആരാ? 1i അഥവാ i. 3² 9 2² 4 4 ആണ്. അതിന്റെ കൂടെ ഒരു i ഉണ്ട്. i² ആരാണ്? -1 ആണ്. സോ 18 പ്ലസ് i. ശ്രദ്ധിക്കണം 9 മൈനസ് 4 × -1 -4 9 - -4 13 പ്ലസ് i മാറും. സോ 18/13 പ്ലസ് ആര്? 1/13i അല്ലേ? അത് 1i ആണ്. സോ 1/13i. സോ ഇതാണ് ഡിവിഷൻ. സോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഡിനോമിനേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. a+ib ഇൻറ്റു a - ib ആണ് അവിടെ. നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടി? ആൻസർ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3² + 4² ആണെങ്കിൽ 2² ആണെങ്കിൽ ഇവിടെ കിട്ടിയത് 2² എന്ന് പറഞ്ഞാൽ a+ib × a - b ഒരു കോൺജുഗേറ്റ് ഒരു കോംപ്ലക്സ് നമ്പർ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് കിട്ടുകാരാ? a² + b² ആണ്. സോ ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് കിട്ടുന്നത് കംപ്ലീറ്റ് ആയിട്ട് റിയൽ ആയ ഒരു സാധന a² + b². റെഡി? സോ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഡിവിഷൻ, ഡിവിഷന് മുന്നായിട്ട് കോൺജുഗേറ്റ് എന്താണ്? റെഡി? ക്ലിയർ ആണല്ലോ? സോ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഓക്കെ.
ഓക്കെ, എല്ലാവരും എത്തിയോ? സോ നമ്മൾ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഡിവിഷൻ. സോ നമുക്ക് അതിൻ്റെ ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ 3 + 4i എന്നാണ് 3 + 4iന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ നമുക്കറിയാം z = 3 + 4i ആണെങ്കിൽ z ഇൻവേഴ്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1/z എന്ന് പറഞ്ഞാലോ 1/3 + 4i ആണ്. 1/3 + 4i ആണ്. സോ 1/3 + 4i എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഡിവിഷൻ ആണ് അവിടെ ചെയ്യുന്നത്. 3 + 4i, 1/3 + 4i. സോ കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താ കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ മക്കളെ? യെസ്, ഡിനോമിനേറ്റർ എന്താണോ അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഡിനോമിനേറ്റർ എന്താണോ അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഡിനോമിനേറ്റർ ആരാ? 3 + 4i. 3 + 4iന്റെ കോൺജുഗേറ്റ് ആരാ? 3 - 4i. അതുകൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 into 3 - 4i by 3 + 4i into 3 - 4i. Z inverse equal to 1 into 3 - 4i. ആരാണ് 1 into 3 - 4i? 3 - 4i തന്നെയാണ് by 3 + 4i into 3 - 4i. a plus ib into a minus ib. ഞാൻ തൊട്ട് ബാക്കിലത്തെ പേജിൽ പറഞ്ഞു തന്നു. അത് a² + b² ആ. a² + b² എന്ന് പറഞ്ഞാൽ a² + b². a ഇവിടെ 3 ആണ്, b ഇവിടെ 4 ആണ്. സോ 3² + 4² is equal to 3 - 4i by 3² ആരാണ്? 9, 4² 16. it equal to ആര്? 25. or Z inverse equal to, നമുക്കതിനെ രണ്ട് പാർട്ടാക്കി എഴുതാം. രണ്ട് പാർട്ടാക്കി എഴുതുക എന്താണ്? 3/25 minus 4/25i. ready? Next is, let Z equal to a plus ib is a complex number. Then the modulus of Z, ശ്രദ്ധിക്കണം, modulus of Z denoted by mod Z. ആരാ Z? a plus ib ആണ്. denoted by mod Z is defined by the non-negative real number, which means mod Z equal to a² plus b². and the conjugate നമ്മൾ പറഞ്ഞു a minus ib. സോ ഇവിടെ മോഡുലസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതൊരു നോൺ നെഗറ്റീവ് ആയിരിക്കണം, √(a² + b²). കാരണം √(a² + b²) രണ്ട് ആൻസറുകൾ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആകാതെ പോസിറ്റീവ് ആകാം, പോസിറ്റീവ് തന്നെ ആയിരിക്കണം, നോൺ നെഗറ്റീവ്. വിച്ച് മീൻസ് ദാറ്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ z equal to 8 - 6i. മോഡ് z ആരാണ്? ഇക്വേഷൻ √(a² + b². a എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, b എന്ന് പറഞ്ഞാൽ ഇമേജിനറി പാർട്ട്. √(a) റിയൽ പാർട്ട് ആരാണ്? റിയൽ പാർട്ട് 8 ആണ്, 8² പ്ലസ് b ഇമേജിനറി പാർട്ട് ആണ്, ഇമേജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഇമേജിനറി പാർട്ട് ആരാണ്? -6 ആണ്, -6ന്റെ സ്ക്വയർ. or mod z equal to √(8² 64 plus -6². എടാ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സ്ക്വയർ എടുത്താൽ പോസിറ്റീവ് ആണ്. 6ന്റെ സ്ക്വയർ തന്നെ എത്ര? 36. mod z equal to 100. √100ന് രണ്ട് ആൻസേഴ്സ് ഉണ്ട്, +10 ഉണ്ട്, -10 ഉണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോൺ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് എടുക്കാൻ പാടില്ല, പോസിറ്റീവ്. സോ mod z ആര് മാത്രം? 10. ആക്ച്വലി മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് യൂണിറ്റ്സ് എന്ന് പറയാം. ഇതാണ് അതിന്റെ പെർഫെക്റ്റ് വേ. സോ ദാറ്റ്സ് അബൌട്ട് ദി മോഡുലസ്. Which one of the following is the real part and imaginary part of the complex number? 1 plus I divided by 1 minus I minus 1 minus I divided by 1 plus I. മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ട് വാല്യൂസ് നിങ്ങൾ എപ്പോഴും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിനൊക്കെ ഒരു മാർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ 1 + i ഡിവൈഡ് ബൈ 1 - i ഡിവിഷൻ ചെയ്യുക, 1 - i ഡിവൈഡ് ബൈ 1 + i ഡിവിഷൻ ചെയ്യുക, അതൊന്നും പോസിബിൾ അല്ല. നമുക്ക് അതിന് മാത്രമുള്ള സമയമൊന്നുമില്ല എക്സാം ഹാളിൽ. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. 1 + i ഡിവൈഡഡ് ബൈ 1 - i എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് i ആണ്, ഓർത്തു വെക്കേണ്ട വാല്യൂ ആണ്. 1 - i ഡിവൈഡഡ് ബൈ 1 + i ആണെങ്കിൽ ഇറ്റ് ഈസ് -i ആണ്, ഓർത്തു വെക്കേണ്ട അടുത്ത വാല്യൂ. സോ അതോടെ അപ്ലൈ ചെയ്താൽ 1 + i ഡിവൈഡ് ബൈ 1 - i മൈനസ് 1 - i ഡിവൈഡ് ബൈ 1 + i മൈനസ് i, i മൈനസ് മൈനസ് i, i പ്ലസ് i 2i. 2i ഒരു കോംപ്ലക്സ് നമ്പർ ആണോ? യെസ്. 2i നമുക്ക് 0 + 2i എന്ന് എഴുതാം. നോക്കിയിട്ട് പറഞ്ഞ ഇതിന്റെ റിയൽ പാർട്ട് ആരാ? റിയൽ പാർട്ട് ആരാണ്? 0. ഇമേജിനറി പാർട്ട് ആരാണ്? 2. സോ 0 and 2. 0 and 2. റെഡി? സോ ഈ വാല്യൂസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഈസ് ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് കോൺജുഗേറ്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. സോ നമുക്ക് ആദ്യം z = 1 + √3i ആണ്. കോൺജുഗേറ്റ് കണ്ടുപിടിക്കാം. z കോൺജുഗേറ്റ് ആരാ? കോൺജുഗേറ്റ് ഇമേജിനറി പാർട്ടിന്റെ സിമ്പൽ മാറ്റുക. സോ 1 - √3i ആയി മാറി. കോൺജുഗേറ്റ് ആണ്. മോഡുലസ് ആരാണ്? മോഡ് z നമുക്കറിയാം. അതിന്റെ ഇക്വേഷൻ ആരാണ്? √(a² + b² എന്ന് പറഞ്ഞാൽ √(a) ആരാ? 1² + b ആരാ? √3². √(1² 1, √3² 3, 1 + 3 4, 4ന്റെ റൂട്ടാണ്. പോസിറ്റീവ് എടുക്കാവൂ. സോ മോഡ് z = ആര്? 2. വളരെ സിമ്പിൾ. ഇഫ് z is a കോംപ്ലക്സ് നമ്പർ, താഴെ പറയുന്ന കുറച്ച് പോയിന്റുകൾ. മോഡ് z 0 ആണെങ്കിൽ z ഉം 0 ആണ്. അതായത് റിയൽ പാർട്ടും 0 ആണ്, ഇമേജിനറി പാർട്ടും 0 ആണ്. മോഡ് z മോഡുലസ് എന്ന് പറഞ്ഞാൽ z കോൺജുഗേറ്റിന്റെയും -z-ന്റെയും -z കോൺജുഗേറ്റിന്റെ ഒക്കെ മോഡുലസ് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ a + ib-ൻ്റെതും a - ib-ൻ്റെതും -a - ib-ൻ്റെതും -a + ib-ൻ്റെതും നാലാളുടെയും മോഡുലസ് ആര് തന്നെയാ? √(a² + b² തന്നെ. മോഡ് z-ന്റെ നെഗറ്റീവ്, മോഡ് z-ന്റെ പോസിറ്റീവ്. മോഡ് z-ന്റെ നെഗറ്റീവിനേക്കാൾ വലുതായിരിക്കും അതിന്റെ റിയൽ പാർട്ട് z, അത് മോഡ് z-നേക്കാൾ കുറവായിരിക്കും. റെഡി? ചെറിയ ചെറിയ ഇനീക്വാളിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഇമേജിനറി പാർട്ട്. z × z കോൺജുഗേറ്റ് മോഡ് z² ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. ആ z a + ib, z കോൺജുഗേറ്റ് a - ib അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. a + ib-ന്റെ a - ib ആരാ? a² + b². എടാ ഈ a + ib × a - ib = a² + b². ഈ a² + b² ഞാൻ a² + b² റൂട്ട് എടുത്ത് അതിന് സ്ക്വയർ എടുത്തു അല്ലേ? ഈ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആവും. ഇത് z ആണെന്ന് വിചാരിച്ചോ. a - ib ആരാ? z കോൺജുഗേറ്റ്. എടാ √(a² + b² ആരാ? നമ്മൾ തൊട്ടും പഠിച്ചത് അതാരാ? മോഡ് z, അതിന്റെ ആര്? സ്ക്വയർ. അതാണ് ഇവിടെ പറയുന്നത്. z × z കോൺജുഗേറ്റ് ആര്? മോഡ് z². ജസ്റ്റ് ഓർത്ത് വെക്ക്. z1 and z2 are two complex numbers. Then മോഡുലസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളാണ്. മോഡ് z1 × z2 എന്ന് പറഞ്ഞാൽ മോഡ് z1 × മോഡ് z2. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ 3 + 4i × 4 + 10i അത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത് മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ തിയറം പറയുന്നതാ, നിങ്ങളത് മൾട്ടിപ്പിൾ ചെയ്യണമെന്നില്ല, അല്ലാതെ നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാം? മോഡുലസ് കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലിക്കേഷനിലേക്ക് ഒന്നും പോകണ്ട. മോഡുലസ് കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവിഷനിലും അതേപോലെ തന്നെ. മോഡുലസ് ഓഫ് z1 / z2 എന്ന് പറഞ്ഞാൽ മോഡ് z1 / മോഡ് z2. രണ്ട് ഐഡന്റിറ്റീസ് ആണ്. മോഡ് z1 + z2 ഹോൾ സ്ക്വയർ ആണ്. മോഡ് z1² + മോഡ് z2² + 2 × റിയൽ പാർട്ട് ഓഫ് z1 × z2.
മൈനസ് ആണെങ്കിൽ അങ്ങനെ തന്നെ മോഡ് Z1 സ്ക്വയർ പ്ലസ് മോഡ് Z2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z1 ഇൻറ്റു Z2. അത്ര ആവശ്യമൊന്നുമില്ല, എന്നിരുന്നാലും ജസ്റ്റ് അറിഞ്ഞു വെക്കും. സോ അത് രണ്ടും ആഡ് ചെയ്യുന്നതാണ് മോഡ് Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ പ്ലസ് മോഡ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു യെസ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആവും. അപ്പോൾ 2 ഇൻറ്റു Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ ആയി മാറും. പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ്, കോൺജുഗേറ്റിന്റെ പ്രോപ്പർട്ടീസ് മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ Z1 ഇൻറ്റു Z2 അതിന്റെ കോൺജുഗേറ്റ് പറഞ്ഞാൽ Z1 ന്റെ കോൺജുഗേറ്റ് ഇൻറ്റു Z2 ന്റെ കോൺജുഗേറ്റ് ആണ്. അഡിഷനും സബ്ട്രാക്ഷനും അങ്ങനെ തന്നെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കോൺജുഗേറ്റ് എടുത്താലും കോൺജുഗേറ്റ് എടുത്ത് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താലും ഒരേപോലെ തന്നെ. ഡിവിഷനും അതേപോലെ തന്നെ. ആൻഡ് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം Z കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ് ആര് തന്നെയാണ്? Z. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റുകൾ 2 പ്രാവശ്യം എടുത്താൽ നിങ്ങൾക്ക് അതേ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Z 4 - 3i. Z കോൺജുഗേറ്റ് ആരാ? 4 + 3i. അതിനെ വീണ്ടും കോൺജുഗേറ്റ് എടുത്താലോ 4 - 3i. കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇഫ് a + ib into c + id into e + if equal to a + ib, show that a square plus b square into c square plus d square into e square plus f square equal to a square plus b square. സോ ഇത്തരം പ്രോബ്ലങ്ങളിൽ a + ib അതൊരു കോംപ്ലക്സ് നമ്പർ ആണ്, Z1 ആയിട്ട് എടുത്തോ. ഇൻറ്റു c + id അത് മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആണ്, Z2. ഇൻറ്റു e + if അത് മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആണ്, Z3. ഈക്വൽ ടു a + ib അത് മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആണ്, Z4. ഞാൻ 2 സൈഡിലും മോഡുലസ് എടുക്കുകയാണ്, ഇവിടെയും മോഡുലസ് എടുത്തു. എന്താ നമ്മളോട് പറഞ്ഞേ? മോഡ് Z1 ഇൻറ്റു Z2 ഇൻറ്റു Z3 എന്ന് പറഞ്ഞാരാ? മോഡ് Z1 ഇൻറ്റു മോഡ് Z2 ഇൻറ്റു മോഡ് Z3 ആണ്. അപ്പോൾ ഈ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കാം? മോഡുലസ് ഓഫ് a + ib ഇൻറ്റു മോഡുലസ് ഓഫ് c + id ഇൻറ്റു മോഡുലസ് ഓഫ് e + if ഈക്വൽ ടു ആരാടാ? മോഡുലസ് ഓഫ് a + ib നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചുള്ളൂ. മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ആരാണ് a + ib ന്റെ മോഡുലസ്? നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ, റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു c + id-ൻ്റെതോ c സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു e + if-ൻ്റെതോ റൂട്ട് ഓഫ് e സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ. റൈറ്റ് സൈഡിലാരാ? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എല്ലാറ്റിനും റൂട്ടില്ലേ? എല്ലാറ്റിനെയും സ്ക്വയർ ചെയ്യുക. അപ്പോൾ എല്ലാറ്റിൻ്റെ റൂട്ട് പോകും. അപ്പോൾ അതാരായി മാറും? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു c സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു e സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ടും പോകും. ആര്? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കണ്ടോ? വളരെ സിമ്പിളാണ് ആ ചോദ്യം. കൺസിഡർ ദി കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു 2 + i ഡിവൈഡഡ് ബൈ 1 + i ഡിവൈഡഡ് ബൈ 1 - 2i. എക്സ്പ്രസ് z ഇൻ a + ib ഫോം. നമുക്കിതിനെ a + ib ഫോമിലേക്ക് മാറ്റണം. a + ib ഫോമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഏറ്റവും നല്ലത് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആരൊക്കെയാ? 1 + i ഇൻറ്റു 1 - 2i. മൾട്ടിപ്ലിക്കേഷൻ്റെ ഇക്വേഷൻ മനസ്സിൽ വരണം. റിയൽ ഇൻറ്റു റിയൽ. ആരാ റിയൽ ഇൻറ്റു റിയൽ? 1 ഇൻറ്റു 1 1 മൈനസ് ഇമേജിനറി ഇൻറ്റു ഇമേജിനറി. ഇവിടുത്തെ ഇമേജിനറി ആരടാ? ഐൻ്റെ കൂടെ 1 ഉണ്ട്. ഇൻറ്റു ഇവിടുത്തതോ -2. 1 ഇൻറ്റു -2 -2 പ്ലസ് i ഇൻറ്റു റിയൽ ഇൻറ്റു ഇമേജിനറി 1 ഇൻറ്റു -2 -2 പ്ലസ് ഇമേജിനറി ഇൻറ്റു റിയൽ. ആരാ ഇമേജിനറി? 1 1 ഇൻറ്റു റിയൽ ആരാ? 1 1 ഇൻറ്റു 1 1 minus -2 1 + 2 3 -2 + 1 -1 -1 into i -i. അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലം ആരായി മാറിയടാ? ഈ പ്രോബ്ലം ആരായി മാറി? z ഈക്വൽ ടു 2 + i ഡിവൈഡഡ് ബൈ 3 - i. ഇനി ഡിവിഷൻ ആണ്. എങ്ങനെയാ ഡിവിഷൻ ചെയ്യുക? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുക്കുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആരാ? z ഈക്വൽ ടു 2 + i. ആരാ ഡിനോമിനേറ്റർ? 3 - i അല്ലേ? 3 - iന്റെ കോൺജുഗേറ്റ് ആരാ? 3 + i അല്ലേ? അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു 3 + i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ഡിനോമിനേറ്ററോ ഒരു 3 മൈനസ് ഐ ഇൻറ്റു ആരാണ് 3 പ്ലസ് ഐ. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ന്യൂമറേറ്ററിലെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ? മൾട്ടിപ്ലിക്കേഷൻ റിയൽ ഇൻറ്റു റിയൽ. ആരാ റിയൽ? 2. ആരാ റിയൽ? 3. 2 ഇൻറ്റു 3 6 മൈനസ് ഇമേജിനറി ഇൻറ്റു ഇമേജിനറി. ഇവിടുത്തെ ഇമേജിനറി ഐൻ്റെ കൂടെ 1 ഉണ്ട്, ഇവിടുത്തെ ഇമേജിനറി ഐൻ്റെ കൂടെ 1 ഉണ്ട്. ഇമേജിനറി ഇൻറ്റു ഇമേജിനറി 1 ഇൻറ്റു 1 1 പ്ലസ് ഐ ഇൻറ്റു റിയൽ ഇൻറ്റു ഇമേജിനറി. ആരാ റിയൽ? 2. ഇമേജിനറി ആരാ? 1. 2 ഇൻറ്റു 1 2 പ്ലസ് ഇമേജിനറി ഇൻറ്റു റിയൽ. ആരാ ഇമേജിനറി? 1. 1 ഇൻറ്റു റിയൽ 1 ഇൻറ്റു 3 ആര്? 3 ബൈ 3 പ്ലസ് ഐ ഇൻറ്റു 3 മൈനസ് ഐ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ആരാ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ ഇവിടെ 3 ആണ്, ബി ഐൻ്റെ കൂടെ ഉണ്ട് ആര്? 1. അപ്പോൾ ഇതാരായി മാറി? 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 6 മൈനസ് 1 5 പ്ലസ് 2 പ്ലസ് 3 5. 5 ഇൻറ്റു ഐ 5 ഐ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ 9. 9 പ്ലസ് 1 10. രണ്ടാക്കി ഭാഗിച്ചാൽ 5 by 10 plus 5 by 10 I or z equal to ആരാടോ 5 by 10 1 by 2 plus again 1 by 2 I. Z equal to ആര്? 1 by 2 plus 1 by 2 I. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കാര്യം പറയാനുള്ളത് സെഡ് ഇൻവേഴ്സ്. ആരാണ് സെഡ് ഇൻവേഴ്സ്? 1/z ആണ് അല്ലേ? ഇതിനൊരു ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. 1/z എന്ന് പറഞ്ഞാൽ 1/z ഇപ്പൊ z ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ സെഡ് ഇൻവേഴ്സ് ആരാ? സെഡ് ഇൻവേഴ്സ് 1/a പ്ലസ് ഐ ബി. എങ്ങനെയാ നമ്മളിത് ചെയ്യുക? സെഡ് ഇൻവേഴ്സിന് എങ്ങനെയാ ചെയ്യുക? ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 1 ഇൻറ്റു എ പ്ലസ് ഐ ബിന്റെ കോഞ്ചുഗേറ്റ് എ മൈനസ് ഐ ബി ബൈ ഇവിടെ ഒരു എ പ്ലസ് ഐ ബി ഇൻറ്റു ആര്? എ മൈനസ് ഐ ബി. സോ z ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഇൻറ്റു എ മൈനസ് ഐ ബി ആരാ? എ മൈനസ് ഐ ബി. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ആരാ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ z ഇൻവേഴ്സ് ആരാടാ? എ മൈനസ് ഐ ബി. z എ പ്ലസ് ഐ ബി അല്ലേ? z എ പ്ലസ് ഐ ബി ആണ്. അങ്ങനെയാണെങ്കിൽ z കോഞ്ചുഗേറ്റ് ആണ് ആര്? എ മൈനസ് ഐ ബി. അപ്പൊ എ മൈനസ് ഐ ബിക്ക് പകരം ആര്? z കോഞ്ചുഗേറ്റ് ബൈ മോഡ് z ആരാ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് zന്റെ സ്ക്വയർ ആരാ? റൂട്ട് അങ്ങ് പോവും ആര്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ പകരം ആരെ കൊടുക്കാം? മോഡ് zന്റെ സ്ക്വയർ. അപ്പൊ z ഇൻവേഴ്സ് ഈക്വൽ ടു ആരാ? z കോഞ്ചുഗേറ്റ് ബൈ മോഡ് z. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ സെഡ് ഇൻവേഴ്സ് ചെയ്യാം. ഈ പ്രോസസ് ഒന്നും പഠിക്കണമെന്നില്ല. സെഡ് ഇൻവേഴ്സിന്റെ ഇക്വേഷൻ ആരാ? സെഡ് കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലും നമ്മൾ പ്രീവിയസ് ആയിട്ട് പറഞ്ഞ ലീനിയർ ഇനീക്വാളിറ്റീസിലും നമുക്ക് പഠിക്കാനുള്ളത്. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. സോ ഈ 2 പാഠങ്ങളും ഇന്ന് ഇത് കണ്ടു കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം? വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയണം. സോ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ വീണ്ടും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.